പച്ചിലയിൽ നിന്ന് പെട്രോളോ അത് കണ്ടുപിടിച്ച ഒരു തമിഴ്നാട്ടുകാരൻ 1990-കളിൽ തമിഴ്നാട്ടിലും ഇന്ത്യയിലും എന്നല്ല ലോകത്താകമാനമുള്ള പത്രമാധ്യമങ്ങളിലെ മുഖ്യ വാർത്തയായിരുന്നു പച്ചിലയിൽ നിന്നും ഉൽപ്പാദിച്ച പെട്രോൾ. അതിന് സൃഷ്ടാവായ ഇന്ത്യക്കാരൻ രാമർ, തമിഴ്നാട്ടുകാരനായ രാമർ പിള്ള പച്ചിലക്കൂട്ടങ്ങളിൽ നിന്നും പെട്രോളിയം നിർമ്മിക്കാനുള്ള വഴി കണ്ടുപിടിച്ച വാർത്തയായിരുന്നു ലോകമാകെ കത്തിപ്പടർന്നത്. ശാസ്ത്രലോകത്തെ ഞെട്ടിച്ച ഈ കണ്ടുപിടുത്തം വൻ ചർച്ചയായി. പരിസ്ഥിതി സൗഹൃദവും ചെലവ് കുറഞ്ഞുമായ ഈ ഇന്ധനം ലോക സമ്പദ് വ്യവസ്ഥയെ മാറ്റിമറിക്കുമെന്ന് ചിലർ പറഞ്ഞു. സാക്ഷാൽ BBC വരെ ഇത് റിപ്പോർട്ട് ചെയ്തു. ചിലവ് കുറഞ്ഞ രീതിയിൽ ഇന്ധനം ലഭിക്കുമെന്ന് ജനം സ്വപ്നം കണ്ടു. മദ്രാസിലെ സെന്റ് ജോർജ് ഫോർട്ടിൽ അന്നത്തെ മുഖ്യമന്ത്രി M കരുണാനിധി ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ മുന്നിൽ അദ്ദേഹം പരീക്ഷണം നടത്തി കാണിച്ചു. 2 ലിറ്റർ വെള്ളത്തിൽ രാമർ ഔഷധ സസ്യവും ഉപ്പും നാരങ്ങയും ഒരു ഉത്തേജകവും ചേർത്തു. 15 മിനിറ്റിന് ശേഷം ലഭിച്ച ദ്രാവകം കത്തിച്ചപ്പോൾ അത് ആളിക്കത്തി. രാമറിന് പേറ്റന്റ് നൽകാനും ഗവേഷണ ലാബ് സ്ഥാപിക്കാനും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഈ സംഭവം 4 വർഷം മുമ്പ് 1992 തന്നെ തന്റെ ഗ്രാമത്തിൽ ഈ ഇന്ധനം ലിറ്ററിന് വെറും 2 രൂപയ്ക്ക് വിൽക്കാൻ തുടങ്ങിയിരുന്നു. രാത്രിയുടെ 2ാം പകുതിയിൽ തെക്കേന്ത്യയിൽ വളർത്തച്ഛനോടൊപ്പം ചെമ്പകക്കാട്ടിൽ പോയി അത്ഭുത സസ്യം തേടുന്നതിനുൾപ്പെടെയുള്ള നിഗൂഢ കഥകളും പറഞ്ഞു വരുത്തി. സ്വന്തമായി ഉണ്ടാക്കിയ ഈ ഇന്ധനം ഉപയോഗിച്ച് വാഹനങ്ങൾ ഓടിച്ച് രാമർ ജനങ്ങളെ കയ്യിലെടുത്തു. ഈ അതിശയങ്ങൾ കണ്ട് ഇന്ത്യയിലെ പല മുഖ്യമന്ത്രിമാർ രാമരെ സഹായിക്കാനായി തയ്യാറായി. ചെന്നൈയിൽ മാത്രം 11 വിൽപ്പനശാലകൾ തുറന്ന് ലിറ്ററിന് 15 രൂപ മുതൽ 20 രൂപ വരെ നിരക്കിൽ ഇന്ധനം വിറ്റു. ഡീലർമാരിൽ നിന്ന് അക്കാലത്തെ 2.27 കോടി രൂപയാണ് രാമർ വാങ്ങിയത്. അങ്ങനെ ആഗോള പ്രശസ്തിയിൽ ഇരുന്ന രാമർക്ക് പെട്ടെന്നാണ് അത് സംഭവിച്ചത്. പച്ചിലകളിൽ നിന്നും അത്ഭുത കൂട്ടുകൾ ഉണ്ടാക്കിയ പെട്രോളിനെതിരെ അന്നേ സംശയമുണ്ടായിരുന്നു. തുടർന്ന് സ്വമേധയാ കേസെടുത്ത് അന്വേഷണം നടത്തിയ CBI രാമറിന്റെ പെട്രോൾ പച്ചിലയിൽ നിന്നല്ല, മറിച്ച് ബെൻസിൻ, നാഫ്തനോൾ എന്ന് പറഞ്ഞ പെട്രോളിയം വസ്തുക്കൾ കലർത്തിയാണ് ഉണ്ടാക്കുന്നത് കണ്ടുപിടിച്ചു. രാമറിനെ CBI അറസ്റ്റ് ചെയ്തു. എന്നാൽ പെട്രോളിയം കമ്പനികൾ നടത്തിയ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്ന് രാമർ പറഞ്ഞു വരുത്തി. 2010 തന്റെ അത്ഭുത കൂട്ടുകൊണ്ടുണ്ടാക്കിയ പുതിയ പെട്രോളുമായി രാമർ വീണ്ടും രംഗത്ത് വരികയും ചെയ്തിരുന്നു. എന്നാൽ നിയമയുദ്ധത്തിനൊടുവിൽ കോടതി രാമറിന്റെ പെട്രോൾ വ്യാജമെന്ന് മുദ്രകുത്തി. 3 വർഷത്തെ കഠിനതടവും 30,000 രൂപ പിഴയുമാണ് കോടതി രാമറിന് വിധിച്ചത്. പക്ഷേ രാമറിന്റെ ആരോപണം പോലെ ലോകം തിരുത്തി കുറിക്കേണ്ട ഒരു കണ്ടുപിടുത്തമാണ് ഇതെന്ന് ഇപ്പോഴും ചിലർ വിശ്വസിക്കുന്നു.